ഹായ് ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോ ഞങ്ങൾ KFC കഴിക്കാൻ പോയപ്പോൾ എടുത്ത കുറച്ച് വീഡിയോസാണ്. എനിക്കെപ്പോഴും ലോങ് വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യാൻ താല്പര്യമാണ്. പക്ഷേ ഈ പറഞ്ഞ പോലെ ഞാൻ ഫസ്റ്റ് ടൈമാണ് വീഡിയോ എടുക്കാനും അതുപോലെ ഈ പുറത്തൊക്കെ പോകുമ്പോൾ ഷൂട്ട് ചെയ്യാനും ഒക്കെ തുടങ്ങുന്നത്. അതിൻ്റേതായ കുറച്ച് ലിമിറ്റേഷൻ ഉള്ളത് കൊണ്ടാണ് മിക്കപ്പോഴും ഞാൻ ഷോർട്സ് വീഡിയോസ് ആയിട്ട് ഇടുന്നത്. ഇതിപ്പോൾ ഞങ്ങൾ ബസ്സിലാണ് പോകുന്നത്. ബസ്സിൽ ഈസിയാണ്, നമുക്ക് കംഫർട്ടബിളായിട്ട് യാത്ര ചെയ്യാനും പറ്റും. എനിക്ക് ബസ്സിൽ യാത്ര ചെയ്യാൻ നല്ല ഇഷ്ടമാണ്. മോന് ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ കാരണം കുറുമ്പൊന്നും കാണിച്ചില്ല, ആൾ കൂളായിട്ട് ഇരിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ ഈ ആഴ്ച നാട്ടിലേക്ക് പോവുകയാണ്. അതിൻ്റേതായ ഷോപ്പിങ്ങും തിരക്കിലൊക്കെ ആയ കാരണമാണ് ഞാൻ കൂടുതൽ ഷോർട്സ് അപ്ലോഡ് ചെയ്യാൻ ലേറ്റ് ആവുന്നത്. ഇനി എനിക്കറിയില്ല എങ്ങനെയാണ് നാട്ടിൽ പോയിട്ട് എനിക്ക് സെയിം ഇതേപോലെ കുറേ ഷോർട്സ് അപ്ലോഡ് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നൊന്നും അറിയില്ല. ഞാൻ ശ്രമിക്കുന്നതാണ്. മോൾക്ക് ക്ലാസ്സൊക്കെ സ്റ്റാർട്ട് ചെയ്താൽ എങ്ങനെയാണെന്നൊന്നും അറിയില്ല. എനിക്ക് വീഡിയോ ഇതേപോലെ എടുക്കാനും ഒക്കെ നല്ല ഇഷ്ടമാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തത്. ഇവിടുത്തെ KFC നല്ല ടേസ്റ്റാണ്. നാട്ടിലും ഇവിടത്തെയും KFC നല്ല ഡിഫറൻസ് ഉണ്ട്. നല്ല ചൂടുള്ള KFC, നല്ല ടേസ്റ്റി KFC ആയിരുന്നു കേട്ടോ. മോൾക്ക് അങ്ങനെ അധികം ഫുഡ്സൊന്നും ഇഷ്ടമല്ല. ഇഷ്ടപ്പെട്ടതിൽ ഏറ്റവും ഇഷ്ടമാണ് അവൾക്ക് KFC. അതുകൊണ്ട് തന്നെ ആൾ ഈവനിങ് ടൈമിൽ ഞാൻ ബ്രെഡും ചായയൊക്കെ കൊടുത്തപ്പോൾ ആൾ കഴിച്ചില്ല. അവിടെ പോയിട്ട് KFC തിന്നാന്ന് പറഞ്ഞു. ആൾ ഭയങ്കര എക്സൈറ്റ്മെൻറ്റ്. അല്ലെങ്കിലും പിള്ളേർക്ക് അങ്ങനെയാണ്. നമ്മളുടെ വീട്ടിലുണ്ടാക്കുന്ന നാടൻ ഫുഡിനേക്കാളും ഇഷ്ടം ഇതുപോലുള്ള ഫുഡ് ഐറ്റംസാണ്. ഫുഡ്സൊക്കെ നമ്മൾ ഒരുമിച്ച് ഫാമിലി ആയിട്ട് ഇരുന്ന് കഴിക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു ഫീല്, അതൊരു നല്ലൊരു സ്പെഷ്യൽ ഫീലാണ് അല്ലേ. അങ്ങനെ ഞങ്ങൾ ഷോപ്പിങ്ങൊക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് വന്നു. ഫുഡ് പുറത്തുനിന്ന് വാങ്ങിയിട്ടാണ് വന്നത്. ഷോപ്പിംഗ് ടൈമിലെ വീഡിയോസൊന്നും ഞാൻ ഇൻക്ലൂഡ് ആക്കാൻ എനിക്ക് പറ്റിയില്ല. ഒരു കയ്യിൽ മോനും അതുപോലെ വാങ്ങിയ ഐറ്റംസൊക്കെ ഉണ്ടായി. അതുകൊണ്ട് തന്നെ എനിക്ക് ഷൂട്ട് ചെയ്യാൻ കുറച്ച് ലിമിറ്റേഷൻ ഉണ്ടായി. ഇത് ബിരിയാണിയുടെ ഒപ്പം കിട്ടുന്ന ഒരു അച്ചാറാണ്. അടിപൊളി ടേസ്റ്റാണ്. അച്ചാർ, സാലഡ്, അതുപോലെ നല്ല അടിപൊളി കണ്ണൂർ സ്റ്റൈൽ ബിരിയാണി ആയിരുന്നു. നല്ല ടേസ്റ്റാണ് കേട്ടോ. എനിക്ക് നല്ല ഇഷ്ടമായി. നല്ല ചൂടും അതുപോലെ തന്നെ നല്ല സ്പൈസി ആയിരുന്നു. എനിക്ക് നല്ല ഇഷ്ടമായി. എനിക്ക് ബിരിയാണി അങ്ങനെ പുറമേ നിന്ന് വാങ്ങി കഴിക്കുന്നത് ഇഷ്ടമല്ല. പക്ഷേ ഇത് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. പിന്നെ ഞാൻ നാളത്തേക്ക് വേണ്ടി സ്നാക്ക് ഉണ്ടാക്കി വെച്ചു. ഇത് അവൽ, ശർക്കര, തേങ്ങ, നട്ട്സ്, ബദാമൊക്കെ വറുത്ത് ശർക്കര പാനിയിൽ പൊടിച്ചെടുത്തത് കുഴച്ചെടുത്ത് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലാക്കി വയ്ക്കാം. ഞാൻ തലേദിവസം തന്നെ ഇങ്ങനത്തെയുള്ള കാര്യങ്ങൾ ചെയ്ത് വയ്ക്കും. അപ്പോൾ എനിക്ക് എന്താ ഈസി എന്ന് വെച്ചാൽ മോനെ കൂടുതൽ നോക്കാനും അതുപോലെ നമുക്ക് നെക്സ്റ്റ് ഡേ കുറച്ചും കൂടി ഈസി ആയിരിക്കും. ഇക്കാക്കും മക്കൾക്കും ഒക്കെ ഇഷ്ടമാണ്. ഇത് വളരെ ഹെൽത്തിയാണ്, ഈസിയാണ്. അവൽ എല്ലാ വീടുകളിലും ഉണ്ടാവും. അതുപോലെ തന്നെ ശർക്കര, പിന്നെ തേങ്ങ ചേർത്തില്ലെങ്കിലും ഞാനിപ്പോൾ കുറച്ച് തേങ്ങ ചേർത്തു, അതുപോലെ ബദാം ചേർത്തു. ഇതൊക്കെ വറുത്ത് പൊടിച്ച് ശർക്കരയിൽ നമ്മൾ ശർക്കര പാനിയിൽ കുഴച്ചെടുക്കും. ഞാനിപ്പോൾ ഇതിൽ നെയ്യ് യൂസ് ചെയ്തിട്ടില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് നെയ്യ് യൂസ് ചെയ്താൽ നല്ല ലഡ്ഡു പോലെ ഇരിക്കും. ഇതിപ്പോൾ ഞാൻ നെയ്യ് യൂസ് ചെയ്യാൻ മറന്നുപോയി. കുട്ടികൾക്ക് ബിസ്ക്കറ്റൊക്കെ കൊടുക്കുന്നതിനേക്കാളും ഏറ്റവും നല്ലതാണ് ഇതുപോലുള്ള ഹെൽത്തി ആയിട്ടുള്ള സ്നാക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. മറ്റൊരു വീഡിയോയുമായി വരുന്നതാണ്. താങ്ക്സ് ഫോർ വാച്ചിങ് ദ വീഡിയോ.